ഉഗ്രൻ കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. നമ്മുടെ ദുർഗുവിന് പറഞ്ഞു കൊടുത്തില്ലേ, അത് ഗംഭീരമായിരുന്നു. ഒരു രക്ഷയില്ല, ചേച്ചി നല്ല സ്റ്റെപ്പായിരുന്നു. അത് ഞങ്ങളിത് കാണിച്ചു തരാൻ തോന്നുന്നുണ്ടോ? അമ്മ പറഞ്ഞു കൊടുത്താണെന്ന്. കാണിച്ചു തരുമോ? ചേച്ചി ഇങ്ങൊന്നും ആയോ? ദുർഗക്കുട്ടി പെർഫോമൻസ് റൗണ്ടിന് വന്നു. ആ രണ്ടുപേര് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഗുരു ഈ വിഭ്രാന്തി ഗേളാണെന്ന് അറിഞ്ഞു. അപ്പൊ പെർഫോമൻസ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും പെർഫോമൻസ് കാണാൻ പറ്റിയില്ല. അപ്പൊ മധുവങ്ങൾ ഒത്തിരി വിഷമത്തിൽ ദുർഗക്കുട്ടിന്റെ അടുത്ത് ചോദിച്ച് എവിടെ പെർഫോമൻസ് എന്ന്. അപ്പൊ ദുർഗ ഞാൻ ഇട്ടല്ലോ, നിങ്ങളെന്താ കാണാൻ? ഏത് എവിടെയാ ഇട്ടത്? അപ്പൊ അവള് കാണിച്ചു, ഇങ്ങനെ ഞാൻ ഇട്ടു. അപ്പൊ ഇവര് ചോദിച്ചു ഇതാര് പഠിപ്പിച്ചു ഈ സ്റ്റെപ്പ് ഇത്ര ടഫായിട്ട്? അപ്പൊ പറഞ്ഞു എസ്തറിന്റെ അമ്മയാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് നേരിട്ട് സത്യത്തിൽ എന്താണ് പഠിപ്പിച്ചത് അത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇവളെ ആര് പെർഫോമൻസ് റൗണ്ടിൽ വന്നാലും പറയും ബാബാ എന്റെ അമ്മ പഠിപ്പിച്ചിരും. അത് ശരി. അപ്പൊ അമ്മയ്ക്കിട്ട് പണി കൊടുക്കുന്ന ആള് എസ്തർ ആണല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞായിരിക്കും. സുശാന്ത് ആ പാട്ടിടെ പാട്ട് ഓർമ്മ ഇപ്പൊ വരും സുശാന്ത് മാമലയിലെ പോരട്ടെ. ബാക്കി പോരട്ടെ. പോരട്ടെ വേരിയേഷൻസ്. അപ്പൊ ഇതായിരുന്നു. ഞങ്ങൾക്ക് നല്ല സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഞാനങ്ങനെ പഠിപ്പിച്ചൊന്നും തെറ്റാറില്ല. എന്തൊരു കോൺഫിഡൻസ്! ഈ ദുർഗ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദുർഗ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. ദുർഗ ഇങ്ങനെ തിരിഞ്ഞു 2 പ്രാവശ്യം. അതെ, 2 പ്രാവശ്യം. വിഭ്രാന്തിയുടെ കുറ്റല്ലായിരുന്നു അത്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചത്, ഡാൻസ് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പൊ വിഭ്രാന്തികളുടെ യാതൊരു പങ്കുമില്ല ഇതിൽ നിന്ന് മനസ്സിലായി. വിഭ്രാന്തികളുടെ പോകാം. ദുർഗയുടെ പെർഫോമൻസിന് താഴെ എഴുതി കാണിക്കും ഡിസ്ക്ലൈമർ, ഒരു പങ്കുമില്ല.